അർജുൻ മിസ്സായത് മുതൽ വളരെ ത്യാഗം സഹിച്ച് ഈ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മീഡിയകൾ നിൽക്കുന്നത്. ഇവിടുത്തെ MLA സതീഷ് കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് കോർഡിനേഷൻ ചെയ്യാൻ ശ്രീ സിദ്ധരാമയ്യ ചുമതലപ്പെടുത്തിയ MLA ആണ്. ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടെയുണ്ട്, ഡിസ്ട്രിക്ട് SP ഉണ്ട്. നമ്മളൊക്കെ കാണേണ്ട ഇന്ന് ഏറ്റവും ശക്തമായി ആ ഒരു ഗംഗാവളി നമ്മുടെ തട്ടുകടയുടെ തൊട്ടിപ്പുറ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് വർക്ക് മുഴുവനും തുടങ്ങിയത്. ഏറ്റവും ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്കൊക്കെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കാത്തു നിന്ന അർജുൻ്റെ ആ ട്രക്ക് കണ്ടെത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി നമ്മുടെ തീർച്ചയായും അതോടൊപ്പം 2 ആളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ മിസ്സായിട്ടുണ്ട്. അവരുടെ കൂടെ തെരച്ചിലിന് വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം MLAയും DC യും ഇവിടുത്തെ SP അടക്കമുള്ള ആളുകൾ അർജുൻ്റെ ഈ തെരച്ചിലിന് വേണ്ടി സഹകരിച്ചതിന് കേരളത്തിലെ മൊത്തം മലയാളികൾക്ക് വേണ്ടി തീർച്ചയായും അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും നമ്മൾ ഇത്രയും ദിവസം കാത്തു നിന്ന നമ്മുടെ അർജുനെ നമുക്ക് നാളെ ലഭിക്കുമെന്നുള്ള 100% പ്രതീക്ഷയിലാണ്. ഇത്രയും ദിവസം രാത്രി കാലങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നില്ല. DC യും MLAയും ഇരിക്കുന്നുണ്ട്. ഇന്ന് AK അഷ്റഫ് MLA ആണ് ഇപ്പോൾ അവിടെ സംസാരിച്ചത്. നേരത്തെ കാർവാർ MLA സതീഷ് സെയിൻ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച കൂടുതൽ പ്ലാനുകൾ വ്യക്തമാക്കുകയുണ്ടായി. രാത്രി 10 മണിവരെ 11 മണിവരെയൊക്കെ തെരച്ചിൽ നടത്തും. പക്ഷേ നാളെ രാവിലെ 9:30 മുതൽ ഡ്രോൺ എത്തും. ഡ്രോൺ അടക്കം എത്തിച്ചുള്ള പരിശോധന നാളെ നടത്തും എന്ന് പറയുന്നു. നാളെ രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഇന്നത്തോടെ നമുക്ക് ആ ട്രക്കിനകത്ത് നിന്നും അർജുനെ പുറത്തെടുക്കുന്ന ആ രക്ഷാ നടപടിയിലേക്ക് ഇന്ന് കടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും 10-11 മണിവരെ തെരച്ചിലുണ്ടാകുമെന്ന് മാത്രം അദ്ദേഹം അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു.